ചാനലിലേക്ക് സ്വാഗതം. നമ്മളെ ഈ രാഷ്ട്രപതി തിരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ ഇന്ത്യയിൽ പ്രസിഡൻറ്റിനെ തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് ഒരുപക്ഷെ എല്ലാവർക്കും അറിയണമെന്നില്ല. എന്നാൽ അറിയാത്തവർക്കായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അതായത് ഇലക്ട്രൽ കോളേജ് എന്ന് പറഞ്ഞൊരു സംവിധാനത്തിലൂടെയാണ് നമ്മുടെ പ്രസിഡൻറ്റിനെ തിരഞ്ഞെടുക്കുന്നത്. ആരൊക്കെയാണ് അതിൽ മെമ്പേഴ്സ്? അതായത് ഇന്ത്യ മഹാരാജ്യത്തുള്ള എല്ലാ സ്റ്റേറ്റിലെയും MLA മാർ, ലോകസഭയിലെയും രാജ്യസഭയിലെയും എം പിമാരും വോട്ട് ചെയ്തിട്ടാണ് രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. എന്നാൽ ഈ പ്രക്രിയ എങ്ങനെയാണ് നടക്കുന്നതെന്ന് അറിയാമോ? അതായത് MLA എന്ന് പറഞ്ഞാൽ ആ ഒരാളുടെ ഒരു വോട്ടല്ല, അവരുടെ വോട്ട് കണക്കാക്കുന്നതിൻ്റെ രീതിയാണ്. ഓരോ MLAക്കും അതിൻ്റെ വോട്ട്, ഓരോരുത്തർക്കുള്ള വോട്ട് വ്യത്യാസം വരും. സ്റ്റേറ്റ് വൈസ് വരും, MLA മാർക്ക് വരും, MP മാർക്ക് വേറെയാണ്. ആ ഓരോരുത്തർക്കുള്ള വോട്ട്, അതായത് 10 MLA മാരാണെങ്കിൽ 10 വോട്ടല്ല, അവരുടെ വാല്യൂ ആണ്. ആ വാല്യൂ എങ്ങനെയാണ് കണക്കാക്കുന്നത് നമുക്ക് നോക്കാം. അതായത് ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ 140 MLA മാരുണ്ട്. ഈ ഓരോ MLAയുടെയും വോട്ടിൻ്റെ വില എങ്ങനെയാണ് കണക്കാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കേരളത്തിലെ ടോട്ടൽ ജനസംഖ്യയെ 140 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന ഫലമാണ് ഒരു MLAയുടെ വോട്ടിൻ്റെ വാല്യൂ. സപ്പോസ് ഇവിടത്തെക്കാളും കൂടുതലായിരിക്കും ഒരുപക്ഷെ തമിഴ്നാട്ടിൽ, അതിനേക്കാളും കൂടുതലായിരിക്കും ഒരുപക്ഷെ UP, കാരണം ജനസംഖ്യ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ 140 പേർക്കുള്ളതിൻ്റെ ആയിരിക്കില്ല അവിടെ 241 300 ഉള്ള MLA മാരുടെ റേറ്റ്. അപ്പോൾ അതാണ് അവരുടെ വോട്ടിൻ്റെ വില കണക്കാക്കുന്നത്. അതായത് ടോട്ടൽ പോപ്പുലേഷൻ ഡിവൈഡഡ് ബൈ ടോട്ടൽ MLAs, അതാണ് MLA മാരുടെ വില. അപ്പോൾ എത്ര MLA മാർ വോട്ട് ചെയ്തു, അവരുടെ വാല്യൂ എത്രയാണ്, ഇത് കണക്കാക്കിയിട്ടാണ് പ്രസിഡൻറ്റിന് ടോട്ടൽ വോട്ട്സ് കണക്കാക്കുന്നത്. ഇനി MP മാരുടെ വോട്ട് എങ്ങനെയാണ് കണക്കാക്കുന്നത് നോക്കാം. MP മാരുടെ വോട്ടും ഇതേപോലെ തന്നെ ഈ കേരളത്തിലെ എക്സാമ്പിൾ നമ്മൾ എടുക്കുന്നത് കേട്ടോ. 140 MLA മാർക്കും കിട്ടിയ വോട്ട്, അതായത് ടോട്ടൽ ജനസംഖ്യ അല്ല, ടോട്ടൽ ജനസംഖ്യയെ 140 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് MLA മാരുടെ വാല്യൂ. പക്ഷേ MP മാരുടെ വാല്യൂ എങ്ങനെ കണക്കാക്കുകയെന്ന് വെച്ചാൽ, ഈ 140 MLA മാർക്കും കൂടി കിട്ടിയ വോട്ട് എത്രയാണോ അതിനെ നമ്മുടെ MP മാരെ വെച്ച് ഡിവൈഡ് ചെയ്യും. അതായത് ഇപ്പോൾ നമുക്ക് ഇവിടെ MP മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 20, കൂടെ രാജ്യസഭയിലുള്ള എത്ര പേര് അതും കൂടി കൂട്ടിയിട്ട് ഈ 140 MLA മാർക്ക് കിട്ടിയ വോട്ടിനെ ഈ 20ഉം രാജ്യസഭയിലേക്കുള്ള MP മാരെ കൂട്ടി ഡിവൈഡ് ചെയ്യും. അതാണ് അവരുടെ വോട്ട്. ഈ വോട്ട് കൂട്ടിയിട്ടാണ് പ്രസിഡൻറ്റിനെ തിരഞ്ഞെടുക്കുന്നത്. ഇപ്പോൾ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നിങ്ങൾക്ക് മനസ്സിലാക്കാമെന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മളുടെ ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പ് ഈ